ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എപ്പോഴും കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവരൊരു ഇമോഷനിൽ നിന്ന് ഉള്ള ഒളിച്ചോട്ടമായിരിക്കാൻ സാധ്യതയുണ്ട്. ബേസിക്കലി നമ്മുടെ ബ്രെയിനിന് ഈ കണക്ഷൻ ആവശ്യമാണ്, ചുറ്റുമുള്ള മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻ. ഇത് മറ്റേ ആ സ്റ്റേജിൽ നിന്നിട്ട് മണ്ടത്തരമൊക്കെ പറയുന്ന നീ ഇങ്ങനെയൊക്കെ എഴുതിയോ, എംഫിൽ എവിടെയാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ചെയ്താന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഭയങ്കര വി ആക്ച്വലി ഫീൽ വെരി എന്താണ് വിഷമം ഉണ്ടാവാറുണ്ട്. മില്ലേനിയൽ പേരൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ജനറേഷൻ ആണ്. അതിലൊരു കാര്യം കുട്ടീനെ ലേബൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം സ്ലോ ഡൗൺ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഒരു ദിവസം ഫുള്ള് വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിക്കകത്തുകൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വെപ്രാളം വരും. എങ്ങാണ്ടൊക്കെ പോയിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. മിസ്ഫിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം അശ്വതി ശ്രീകാന്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ടൈറ്റിൽ പലതും പറയണം, പക്ഷെ ഞാൻ ടൈറ്റിലൊന്നും പറയുന്നില്ല. വെരി ഗുഡ്. ചുമ്മാതെ നമ്മളുടെ സ്വന്തം അശ്വതി ശ്രീകാന്ത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ? താങ്ക് യു. അതെ, ഇപ്പോൾ നമ്മൾ നേരിട്ട് എനിക്ക് തോന്നുന്നു സംസാരത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും സെൽഫ് ലവിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. സെൽഫ് ലവിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ചില ആൾക്കാർ ഒന്ന് സംസാരിക്കുകയും ചെയ്യും. ശരിക്കും എന്തിനാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിരിക്കണം. ആക്ച്വലി നമ്മൾ അവനവനെ വേണ്ട പോലെ സ്നേഹിച്ചാലാണ് നമുക്ക് കണ്ടന്റ് ഫീൽ ചെയ്യും, നമുക്കിത് ചുറ്റുമുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ. അതാണ് ബേസിക്കലി നമ്മൾ ഡ്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വണ്ണം ആരെയും ടേക്ക് കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം നീതി കാണിക്കേണ്ടത് അവനവനോടാണ്. അപ്പം അതാണ് ബേസിക്. എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഇതെങ്ങനെ ഈ സെൽഫ് ലവ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് വരണില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞ് വന്നിട്ട് നമ്മളോട് വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യും അല്ലേ. പിള്ളേർ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ, അവർ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫുഡ് അവർക്ക് കൊടുക്കാൻ നോക്കും. അവിടെ മേശപ്പുറത്ത് തുറന്നിരുന്നതോ 2 ദിവസം മുന്നത്തെ ഫുഡോ നമ്മൾ അവർക്ക് കൊടുക്കില്ല. അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ട് ഭയങ്കര ക്ഷീണമാണ്, എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കും. എന്നിട്ട് വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യും, ടെമ്പറേച്ചർ കറക്റ്റ് ആക്കി മുറിയിൽ കൊടുക്കും, കിടന്നോളൂ, റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ശബ്ദം ഉണ്ടാക്കില്ല എന്ന് പറയാനുള്ളൊരു കരുതൽ കാണിക്കും. ഈ ബേസിക് കാര്യം അവനവനോട് ചെയ്തു തുടങ്ങിയാൽ മതി. എൻ്റെ വിശപ്പ്, എൻ്റെ ക്ഷീണം, എൻ്റെ നീഡ്സ് ഉണ്ടല്ലോ, എൻ്റെ പ്രൈമറി ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഇതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ബോഡി ഇതൊക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു കൊടുത്തേനെ, അത് ഞാൻ എന്നോട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ എന്നെ ഇട്ട് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം എന്ന്. പക്ഷെ അത് ആക്ച്വലി അങ്ങനെയല്ല. ഇവിടുന്ന് തുടങ്ങിയാൽ നമുക്ക് എല്ലാവരോടും സ്നേഹം വരും. പക്ഷെ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്നെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൽഫിഷ് ആയി പോകുമോ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അതായത് ഇപ്പൊ ചില ആൾക്കാർ സെൽഫ് ലവ് എന്നുള്ള പേരിൽ കൂടെ നിൽക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും മാനസികമായിട്ടൊക്കെ. അതായത് ഞാൻ സെൽഫ് ലവിന്റെ ആളാ, ഇനി ഒന്നും രക്ഷയില്ല എന്നുള്ള സീനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അത് കൃത്യമായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, മറ്റൊരാളെ ദ്രോഹിക്കാണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? എനിക്ക് എപ്പോഴും തോന്നാനുള്ളത്, ഇപ്പം നമ്മൾ കൂടുതലും കാണുന്ന മനുഷ്യർ അവർക്ക് ഒരു പോയിന്റിൽ മനസ്സിലാവും നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഹേർട്ട് ആവുന്നുണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യുമ്പോൾ അവർ അടുത്ത സ്റ്റെപ്പ് ഓക്കെ ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കാന്ന് വിചാരിക്കും. അപ്പൊ ഈ ബൗണ്ടറിക്ക് ഒരു ബൗണ്ടറി ഉണ്ടാവില്ല. അപ്പോൾ ബൗണ്ടറി വെച്ച് തുടങ്ങി കഴിയുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം മനുഷ്യരെ മുഴുവൻ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ, പക്ഷെ ഇത് എനിക്ക് ആരും വേണ്ട എന്നുള്ളത് ലോകത്തിന് പ്രൂവ് ചെയ്യാനെന്നുള്ള വണ്ണം സ്വയം പനീഷ് ചെയ്യുന്ന വണ്ണം അങ്ങനെയൊക്കെ ആയി പോകുന്ന സ്പേസ് ഒരുപാട് കാണാറുണ്ട്. അല്ലെങ്കിൽ സെൽഫ് ലവ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂട്ടത്തിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുക, എല്ലാവരെയും കട്ട് ചെയ്ത് മാറ്റുക, അങ്ങനത്തെ പ്രവണതകളുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മുടെ ബ്രെയിനിന് ഈ കണക്ഷൻ ആവശ്യമാണ്, ചുറ്റുമുള്ള മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻ. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ, മനുഷ്യർ അങ്ങനെയാണ്, നമ്മൾ ട്രൈബായിട്ട് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഈ കണക്ഷൻ നമ്മുടെ ബ്രെയിനിന് ഭയങ്കര സമാധാനം കൊടുക്കുന്ന ഒന്നാണ്. എനിക്ക് വിളിക്കാൻ ഒരാളുണ്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഞാനൊരു കൂട്ടത്തിന്റെ ഭാഗമാണെന്നുള്ള തോന്നൽ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ ഒരു ബാലൻസ് എപ്പോഴും വേണം. ഇന്നത്തെ ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ട്രൈബിന്റെ കൂടെ ആയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ള സമാധാനമുള്ള സ്പേസസ് വേണമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു ബാലൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ലവ് ആണെന്ന് പറഞ്ഞിട്ട് ലോകത്തുനിന്ന് എല്ലാവരെയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ എൻ്റെ കാര്യം എൻ്റെ ഇത് അത് സെൽഫിഷ്നെസ് ആയി തുടങ്ങും. അപ്പോൾ ആ ഒരു ബാലൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇപ്പൊ ഈ കുറെ പേരൊക്കെ പറഞ്ഞ പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
അതായത് മറ്റൊരാൾ നമ്മളോട് പറയുന്ന എന്തൊരു കാര്യത്തെയും വളരെ ജഡ്ജ്മെന്റലായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, സാധാരണ ഒരു ഭാഷ പറയണമെങ്കിൽ ഊറ്റാൻ വേണ്ടി പറയുന്നതാണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് എല്ലാവരും കട്ട് ഓഫ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം. അത് പറയുമ്പോൾ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും അവരവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു ഫിൽട്ടർ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. എന്നെ ഒരാൾ പറ്റിച്ചു എന്ന് വിചാരിക്കൂ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇത് വേറൊരാളെ കാണുമ്പോഴും ഞാൻ ആ പറ്റിക്കപ്പെട്ടതിന്റെ ഒരു ഫിൽട്ടർ എടുത്തിട്ടാണ് ഇയാളും പറ്റിക്കോ. അപ്പൊ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ, നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നീട് വരുന്ന എല്ലാ എക്സ്പീരിയൻസുകളെയും അനലൈസ് ചെയ്യാം. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അതെ അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത്, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തത്, എല്ലായിടത്തും നിന്ന് നെഗറ്റീവ് വരുന്നത് നമ്മൾ വിചാരിക്കുന്നത്. ഈയിടെയായിട്ട് ഇപ്പോ അശ്വതി ഇപ്പോ എന്താ പറയുക, ഒരു ലൈഫ് കോച്ചായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ജോലി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളുടെ കൂടെ നിൽക്കുന്നു. അതേപോലെ എഴുത്ത് നടക്കുന്നുണ്ട്, അതേപോലെ അഭിനയം നടക്കുന്നുണ്ട്, സിനിമയിൽ പാട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പക്ഷെ ഈ ഒരു ബിക്കമിങ്ങോ അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച് എന്നുള്ള ജോലിയാണ് പക്ഷെ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിക്കട്ടെ, സീരിയസ് ആയി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അതെന്താണെന്നറിയോ, ഇപ്പൊ മുന്നേ ആണെങ്കിൽ എന്നെ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ ചക്കപ്പഴത്തിന്റെ വിശേഷമായിരിക്കും ചോദിക്കാം, സെറ്റിലെ കാര്യങ്ങളായിരിക്കും ചോദിക്കാം. അപ്പൊ എനിക്ക് ആ കാര്യങ്ങളല്ലേ പറയാനുള്ളൂ. അല്ലെങ്കിൽ പണ്ട് മറ്റേ സുരാജേട്ടന്റെ ഷോയിൽ ചോദിച്ചിരുന്ന പോലെ ഒരു കുസൃതി ചോദ്യം പറയൂ, ഇതൊക്കെയായിരുന്നു ആൾക്കാർ എന്നോട് ചോദിച്ചോട്ടെ. അല്ലെങ്കിൽ ആ വേർഷൻ മാത്രമാണ് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പണ്ടോട്ടേ എൻ്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള സർക്കിളില് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും എഴുത്ത്, വായന, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴാണ് കുറച്ചും കൂടെ എൻ്റെ ആ ഒരു പാത്തിന് വിസിബിലിറ്റി കിട്ടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളും ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, പ്രായം മാറിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ കോമഡി സൂപ്പർ നൈറ്റ് ചെയ്യാൻ വന്ന സമയം തൊട്ടാണ് മലയാളികൾ അങ്ങനെ ഫെമിലിയർ ആയി അതെ അങ്ങനെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫേസ് ഫെമിലിയർ ആയി തുടങ്ങിയപ്പോ തൊട്ട് എന്നെ കാണുന്നത് ആ സ്ക്രീനിൽ കാണുന്ന പേഴ്സോണയാണ് എന്റേന്നാണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നുള്ളൊരു ഷിഫ്റ്റ്, അത് ഞാൻ കുറെ എഴുതുന്ന സമയത്ത് ആൾക്കാർക്കൊരു ഷിഫ്റ്റ് ഫീൽ ചെയ്യായിരുന്നു. ഇത് മറ്റേ ആ സ്റ്റേജിൽ നിന്ന് മണ്ടത്തരമൊക്കെ പറയുന്ന നീ ഇങ്ങനെയൊക്കെ എഴുതിയോ, ഈ സാധനം എനിക്ക് ആദ്യം പ്രശ്നമായിരുന്നു. അപ്പൊ പിന്നെയാണ് ഓക്കെ എഴുതും എന്നുള്ളത്. എങ്ങനെയാണ് ശരിക്കും ഒരു ലൈഫ് കോച്ച് ആവണം, അതിനേക്ക് മുമ്പേ ലൈഫ് കോച്ച് ആവണം എന്ന് തീരുമാനിക്കുന്നതിനൊക്കെ മുന്നേക്ക് ഒരു സംഗതി ചോദിക്കാണ്ട്. ഇപ്പൊ നാട്ടിൽ മുഴുവൻ തെറാപ്പിസ്റ്റുമാരാണ്. അതായത് സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സെൽഫ് ലവ് ചെയ്യാം, ജീവിതത്തിന് അനന്ത പഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ പോവാം. അപ്പോ ആരും ഒഫൻഡഡ് ആവരുത്, ഞാൻ ഒഫൻഡഡ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒന്നും കാണിച്ചതല്ല. പക്ഷേ ഒരു സർട്ടിഫൈഡ് പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ആളുകളുടെ സംസാരം കേൾക്കുന്നു, ആളുകൾ കരഞ്ഞ് സംസാരിച്ച ആളുകൾ സമാധാനമായി സംസാരിക്കുന്നിടത്തേക്ക് എത്തിയ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കേഷനോ പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ തെറാപ്പിസ്റ്റ് ആയിട്ട് മാറുമ്പോൾ എന്താ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു? ഇപ്പോൾ പലതരത്തിലുള്ള മൊഡാലിറ്റീസ്, ഇപ്പോൾ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്റൻഷൻ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ ജെനുവിനായിട്ട് എന്നുള്ള തോന്നിപ്പിക്കുന്ന തരത്തിൽ അത് കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള എന്തൊരു മണി ലൂട്ടിങ് പരിപാടികളൊക്കെ നടക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട്, ഇപ്പോൾ തെറാപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട സർട്ടിഫിക്കേഷൻസ്, ലൈസൻസ്, ഇതൊക്കെ വളരെ മാൻഡേറ്ററി ആയിട്ടിരിക്കുക. ഇതൊന്നും ഇല്ലാതെ പോലും സൈക്കോളജിസ്റ്റ് എന്നുള്ള ബോർഡ് വെക്കുന്ന ആളുകളുണ്ട്. പിന്നെ തെറാപ്പി എന്ന് പറയുന്നത് ലൈക്ക് കോച്ചിങ് എന്ന് പറയുന്നത്, ലൈഫ് കോച്ചിങ് ഇന്ത്യയിൽ അങ്ങനെ ഒരു റെഗുലേറ്ററി ബോർഡിന്റെ അണ്ടറിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷനിൽ നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ആണ്. അപ്പം ICF എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസ് ആണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്നത് ഈ ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ, ഇത് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അപ്പോഴേ പറയുന്ന കാര്യം, ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാൻ ആളല്ല, നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാം. നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം, ഞാൻ ചിലപ്പോൾ ചില ടൂൾസ് നിങ്ങൾക്ക് തരാം, നമുക്ക് ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ദാറ്റ് ഇസ് ഹൗ ഒരു കോച്ച് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അല്ലാണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ, എന്നിട്ട് മറ്റേത് ഇതിങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഇതിങ്ങനെ ലൈക്ക് അങ്ങനെ അല്ല. പക്ഷെ നമ്മളെപ്പോഴും കാണുന്ന ഈ വേർഷൻസിൽ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര പ്രശ്നമോ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമോ, ലൈക്ക്
ഈ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. പിന്നെ ഒരു 6 months അല്ലെങ്കിൽ 2 months ഒക്കെ ചെറിയ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് തെറപ്പിസ്റ്റ് ആണ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്ന, നമ്മളോടൊക്കെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, അവർ നമ്മൾ എവിടെയാ പഠിച്ചത്, MPhil എവിടെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ചെയ്താന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഭയങ്കര വി ആക്ച്വലി ഫീൽ വെരി എന്താണ് വിഷമം ഉണ്ടാവാറുണ്ട്. പിന്നെ അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് വരുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഒരു സെഷനിൽ പോയി ചിലപ്പോൾ സമാധാനം കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ട് ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനം കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മൾ റൈറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അയാൾക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് പെടുന്നത് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് വരുന്നത് ആക്ച്വലി അവർക്ക് തെറപ്പി ആവശ്യമുള്ള ആൾക്കാരാണ്. എൻ്റെ കപ്പാസിറ്റിയിലുള്ള കാര്യമല്ലത്. ഞാനൊരു കോച്ചാണ്, എനിക്ക് കേൾക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ റിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കാൻ പറ്റും, ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടബിലിറ്റി വർക്ക് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റും. അപ്പം അതാണ് ഒരു കോച്ചിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് എനിക്ക് പോയിട്ട് നിങ്ങളുടെ ട്രോമ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നിങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാനും അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉപദേശിക്കാനും ഞാൻ ആളല്ല. അപ്പോൾ ദെയർ കംസ് ബിക്കമിങ്. എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കൂടെ കൂട്ടി നമ്മൾ ബിക്കമിങ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതും അവിടെ ഓൺലൈനായിട്ട് നമ്മൾ തെറപ്പി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള RCA ലൈസൻസ്ഡ് ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളെ അവിടെ നമ്മൾ ഹയർ ചെയ്തത്. ഇപ്പോൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ രീതിയിലുള്ള ടോക്സിക് പാരന്റിങ് അനുഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പക്ഷേ ശരിക്കും ഒരു പേരന്റ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളില്ലേ കുട്ടിയെ വളർത്താൻ നേരത്ത്. ഇതൊക്കെ ശരിക്കും പറയണമെങ്കിൽ കറക്റ്റായിട്ട് കുട്ടിയെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടിയുടെ വളർച്ചയും കുട്ടിയുടെ അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ സമൂഹത്തിലുള്ള ജീവിതമൊക്കെ ബെറ്റർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും എടുക്കണ്ടേ, അതൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ പേരന്റിങ് ആണ്, അല്ലെങ്കിൽ പേരൻസിന്റെ കൂടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇമോഷണൽ വെൽനസ്. ഈ 2 ഏരിയയിലാണ് ഞാൻ കൂടുതലും ആസ് എ കോച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന 2 ഏരിയ. അതിനകത്ത് പേരന്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മുടെ അച്ഛനും അമ്മയും കുറ്റം പറയുന്ന പ്രോസസ്സ് അല്ല. അവർക്ക് ഉണ്ടായിരുന്ന ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്, എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോ ജനറേഷനും അവരുടെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, വേറൊരു ജീവിയും ഒരു പേരന്റിങ് കോച്ചിങ് കഴിഞ്ഞിട്ടല്ലല്ലോ അതിന്റെ മക്കളെ വളർത്തുന്നത്. ഒരു സ്വാഭാവികമായിട്ട് പിള്ളേരെ പ്രസവിക്കുന്നു, വളർത്തുന്നു, അല്ലെങ്കിൽ മുട്ടയിടുന്നു, വിരിയുന്നു, കൊത്തിപ്പെറുക്കത്തുന്നു, ജീവിക്കുന്നു. ഇത് ലൈക്ക് പരിപാടി കഴിഞ്ഞു, നമ്മൾ മാത്രം എന്തിനാണ് ഇത് പഠിച്ചിട്ട് പേരന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഈ വേറുള്ള ഒരു ജീവിയും അതിന്റെ ആ ഓർഗാനിക് ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് അധികം ഒന്നും മാറിപ്പോയിട്ടില്ല അല്ലേ. കാട്ടിൽ ജീവിക്കുന്നത് പിന്നെ ആനയെ മാത്രമാണ് നമ്മൾ പിടിച്ച നാട്ടിൽ കൊണ്ട് ജീവിക്കുന്നത്. പക്ഷെ വേറെ മിക്ക ജീവികൾ അതിന്റെ ഓർഗാനിക് ആയിട്ടുള്ള, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ആവാസ വ്യവസ്ഥിതിയിലൊക്കെ തന്നെയാണ് ജീവിക്കുക. അതിന്റെ ഒന്നും ലൈഫിൽ ഇത്രയും വലിയ കൾച്ചറൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മളാണ് മൊത്തത്തിൽ നമ്മുടെ സെറ്റപ്പ് എല്ലാം മാറി, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മാറി. ഒന്നും എന്താണ് ഒരു റോ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടല്ല നമ്മൾ ആരും ജീവിക്കുന്നത്. നമ്മുടെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ട്, നമ്മുടെ എൻവയോൺമെന്റ് മാറിയിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാത്രമല്ല, ഇതിപ്പോൾ ടെക്നോളജിയുടെ അല്ലേ വലിയൊരു കടന്നുകയറ്റമുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് കുറേ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളൊരു ബാധ്യത എല്ലാ പേരൻസിനുണ്ട്. അവരെ ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അവരെ എക്യുപ്ഡ് ആക്കേണ്ട ബാധ്യതയുണ്ട്. പണ്ടാണെങ്കിൽ കാട്ടിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മരം കയറാനും അല്ലെങ്കിൽ മീൻ പിടിക്കാനും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. എങ്ങനെയാണ് സിവിക് സെൻസ് തൊട്ട് എങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്, ഇവിടെ എന്താണ് അക്സെപ്റ്റബിൾ, എന്താണ് നോട്ട് അക്സെപ്റ്റബിൾ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടാത്തത്, എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, ഇപ്പോഴത്തെ സിസ്റ്റം എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതിന് സഹായിക്കും, ലൈക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പേരന്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. തീർച്ചയായിട്ടും അത് പഠിക്കാനുള്ളൊരു വില്ലിങ്നെസ് കൂടി കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് എന്നോട് ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ, വളരെ ക്യൂരിയസ് ആണ് അവർ ഇത് പഠിച്ചിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിലും ഇതുപോലെ ഒരു 100,000 തിയറീസ് പലരും പറയുന്നത് കൊണ്ട് കൺഫ്യൂസ്ഡും ആണ്. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മൾ ഈ മിലേനിയൽ പേരൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ജനറേഷനാണ്. നമ്മുടെ പേരൻസ് പഠിപ്പിച്ചത് പലതും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല വേണ്ടത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, നമുക്ക് റോൾ മോഡൽസ് ഇല്ല,
നമുക്ക് എവിടെ നിന്ന് അത് പഠിക്കേണ്ടതെന്ന് അറിയില്ല. എന്നാൽ പിള്ളേരെ കാണുമ്പോൾ ഇവർ വേറെ എന്തോ ഏലിയൻ വേൾഡിൽ നിന്ന് വന്ന പോലെ ഈ പിള്ളേർ ബിഹേവ് ചെയ്യുന്ന അവരുടെ ലാംഗ്വേജ് പോലും നമുക്ക് കണക്ട് ആവുന്നില്ല. ഇപ്പോഴത്തെ ആൽഫ ജെൻസി പിള്ളേരുടെ ഒന്നും ലാംഗ്വേജ് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ വേറൊരു ലോകത്ത്. അപ്പോൾ അവരെ എങ്ങനെ ഗൈഡ് ചെയ്യും, ഞാൻ എങ്ങനെ അവരുടെ കൂടെ നിൽക്കും, എനിക്ക് തിരിച്ചു പിടിച്ച് ഞാൻ ജീവിച്ച കാലത്തേക്കല്ല അവരെ കൊണ്ടുപോകേണ്ടത്. എനിക്കും അവർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താണ് അവർ ഇനി ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 1.5 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഉടനടി അച്ഛനും അമ്മയും ആകാൻ പോകുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാനായിട്ട് കുട്ടിയോട് നമ്മൾ അരുതാത്ത അല്ലെങ്കിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങളില്ലേ, അപ്പൊ അതിനകത്തൊരു 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? അതായത് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നതാണത്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അതായത് ഇങ്ങനെയൊക്കെ അച്ഛനമ്മയും പറഞ്ഞത് കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ലൈഫിൽ. അതായത് അവർക്കത് ടോക്സിസിറ്റി ആണെന്ന് പറയാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അവർ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ അവരതിൻ്റെ ഒരു എന്തായാലും പറയണ ഒരു ക്ലച്ചസിൽ ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു പേരന്റ് ആവാൻ പോകുന്ന ഒരാളോട് പെട്ടെന്ന് കുട്ടിയോട് ഇത് വേണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നുന്നൊരു കാര്യം എന്തായിരിക്കും? അതിലൊരു കാര്യം കുട്ടീനെ ലേബൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് പറയും അതിപ്പോൾ ഈ ഗുഡ് ബോയ് ബാഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ബാഡ് ഗേൾ എന്ന് പറയുന്നത് ഉൾപ്പെടെ അതൊരു ലേബലാണല്ലോ. പിന്നെ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്താലാണ് നന്നാവുള്ളൂ. അല്ലെങ്കിൽ ബാഡ് ബോയ് എന്നായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അതിന് തിരിച്ചു വന്നാലുള്ളതാണ്. ലൈക്ക് ഇങ്ങനെ ഒന്നും ലേബൽ ചെയ്യാതിരിക്കുക. നമ്മൾ ഇതായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം കള്ളൻ ഇവൻ അങ്ങനെ കാണിച്ചു, ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ലേബൽ ചെയ്ത് ഞാൻ അതാണെന്ന് കുട്ടീനെ വിശ്വസിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പേരൻസിൻ്റെ അടുത്ത് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കുട്ടികൾ എപ്പോഴും അവരുടെ ബൗണ്ടറീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഒക്കെ. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എത്ര കുഞ്ഞു കുട്ടിയാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. അതിപ്പോൾ ഈ ഷെയറിംഗ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും അവരുടെ വൾണറബിലിറ്റീസ് ഇതൊക്കെ നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വെക്കുന്ന ഈ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള പോലെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, അവർ തരുന്ന കമ്മ്യൂണിക്കേഷനെ റിസീവ് ചെയ്യാൻ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കുട്ടികൾ എൻ്റെ മൂത്ത കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഒരിക്കലും എൻ്റെ ഇളയ കുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. രണ്ടുപേരുടെ നീഡ്സ് ഭയങ്കര ഡിഫറെൻറ്റാണ്. കുട്ടികൾ ഭയങ്കര യുണീക്കാണ്. അപ്പോൾ അവർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരാൾക്ക് ഭയങ്കര ക്ലോസ്നെസ്, ഫിസിക്കൽ ക്ലോസ്നെസ് ചിലപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആവശ്യമായിരിക്കും. മറ്റേ ആൾക്ക് അതൊന്നല്ല, എൻ്റെ വഴിക്കൊന്ന് വിട്ടാൽ മതി, വിളിക്കുമ്പോൾ അവിടെ ഉണ്ടായാൽ മതി എന്നുള്ളതായിരിക്കും മറ്റേ ആളുടെ. അപ്പം എന്താണ് എൻ്റെ കുട്ടി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, ആ ഒരു കോൺസ്റ്റന്റ് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ. അല്ല, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും നേരത്തെ പറഞ്ഞ പോലെ പേരന്റിങ് എങ്ങനെ ചെയ്യണം എന്നറിയാണ്ട്, പിന്നെ പണ്ടുള്ളവരൊക്കെ പറയും ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ ആണ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഇനിയുള്ള ജനറേഷനോ അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ പ്രായത്തിലുള്ളവർക്കോ അത് വേണ്ട എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മൾ മൂത്ത കുട്ടികളോടൊക്കെ പറയും നീ ഞങ്ങളുടെ പരീക്ഷണ കുട്ടിയാണെന്ന് പറയില്ലേ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കൊണ്ടു നടക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പൊ അച്ഛനും അമ്മയും എപ്പോഴും പറയും ഞാനൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു എന്ന് പറയും. അതുകൊണ്ട് അവരുടെ എല്ലാ ജനറേഷണൽ ട്രോമയും അവർ എനിക്കാ തന്നിട്ടുള്ളത്. ഇളയാൾ വന്നപ്പോഴേക്കും അവർ നന്നായിട്ട് പഠിച്ച് പേരന്റിങ് ചെയ്തു, അതുകൊണ്ട് ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള അത് കൊണ്ടു നടക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ലൈക്ക് അത് അങ്ങനെ അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ജനറേഷൻ കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അവർ ഇത്തരം ചെറിയ കാര്യങ്ങൾ വരെ പിക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവർ കരുതലുള്ളത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാത്തിനും കൂടി സമയം കിട്ടുന്നുണ്ടോ? ആക്ച്വലി ഇല്ല, ഒരു കാരണവശാൽ സമയം കിട്ടില്ലതല്ലേ. എങ്ങനെയായിരിക്കും ഒരു ടൈം ടേബിൾ വെച്ചിട്ടൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെ വലിയ ടൈം ടേബിൾ എന്ന് വെച്ചിട്ട് ജീവിക്കുന്ന ആളല്ല ബേസിക്കലി. അപ്പം എനിക്കങ്ങനെ ടു ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുമല്ല. ഞാൻ ഭയങ്കര എൻ്റെ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ പുറമെ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോവും. ഞാൻ ചിലപ്പോൾ ആ ഓർഡറിൽ തന്നെ ആയിരിക്കില്ല ചെയ്യുന്നത്. ചിലപ്പോൾ ഡെഡ് ലൈൻസിലായിരിക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്കത് അങ്ങനെയാണ് വർക്ക് ആവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനത് ഭയങ്കര അക്സെപ്റ്റഡ് സ്റ്റേജിലാണ്. അത് ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിനോട് ടൂ മച്ച് ഞാൻ അതിനോട് ഫൈറ്റ് ചെയ്യാൻ പോയി. ഞാൻ എന്താ ഇങ്ങനെ, വേറെ എല്ലാവരും അങ്ങനെയല്ലല്ലോ, അവർ മറ്റേ രാവിലെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുക, എനിക്ക് എന്താ പറ്റാത്തതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സെൽഫ് ബ്ലെയിം ചെയ്യുന്നല്ലാണ്ട് ആക്ച്വലി എനിക്കത് വർക്ക് ആവുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്ന ആളാണ്. പിന്നെ ഞാൻ ആകെ ചെയ്യുന്നത് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു പ്രയോറിറ്റി ആയിരുന്നു. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് എൻ്റെ ഓഫീസ് ടൈമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തതിൽ ഒരു മേജർ കാര്യം ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. അല്ല, അപ്പോൾ ഈ എഴുതുന്ന ആൾക്കാരൊക്കെ
കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞല്ല, നമ്മുടെ മുന്നത്തെ ജനറേഷൻ വരെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ എഴുതുന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അതൊരു റുട്ടീൻ, ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ഹോംവർക്കോ ഒക്കെ നടക്കാറില്ലെന്ന് ഇങ്ങനെ കണ്ണട അങ്ങനെയല്ല, ഞാൻ എഴുതാനിരിക്കുന്ന ആ ഒരു ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത ബുക്ക് സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ അത്യാവശ്യം കുറച്ച് റിസർച്ചും സംഭവങ്ങളൊക്കെ അതിന്റെ കൂടെ ആവശ്യമുള്ള ഒരു പുസ്തകമായിരുന്നു. അത് ഫിക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ, ഫിക്ഷൻ ആവുമ്പോൾ എന്റെ സൗകര്യമാണല്ലോ, മറ്റേത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഫാക്ട് ചെക്കുകളൊക്കെ നടത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാനിരുന്ന സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് ആ പുസ്തകം എഴുതി തീർക്കണം എന്നൊരു ഗോൾ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടി മാത്രം ഇരിക്കുക. അങ്ങനെയുള്ള മാനേജ്മെന്റുകളൊക്കെ നടക്കാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ആ ദിവസങ്ങളിൽ എൻ്റെ വേറെ പല, ചിലപ്പോൾ ജിമ്മിൽ പോകുന്നതായിരിക്കും ആ സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. അല്ലാതെ എല്ലാ ദിവസവും എല്ലാം ചെയ്യണമെന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നും ഞാനിപ്പോൾ വിചാരിക്കാറേ ഇല്ല. അങ്ങനെ വിചാരിച്ചിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടിയെത്താൻ കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പൊ പക്ഷെ അക്സെപ്റ്റ് ചെയ്തു, എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, ഇത്രയേ ഉള്ളൂ. സ്വന്തം ജീവിതം കൊണ്ട് അത് ഭയങ്കര സമാധാനം പറയൂ. സ്വന്തം ജീവിതം കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ, സമാധാനമായിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മളാവുന്ന മനുഷ്യന് ഇത്രയും വർഷം കൊണ്ട് പഠിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്തായിരിക്കും ആക്ച്വലി? ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ. അതിപ്പോ ഒരു ഓർമ്മ ആയിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, ചില സംഭവങ്ങൾ, അപ്പോൾ ചില വ്യക്തികളായിക്കോട്ടെ, ഇനി അത് നമ്മുടെ ലൈഫിൽ ഒരു മീനിങ്ങും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതിനെ പോവാൻ സമ്മതിക്കുക എന്ന് പറയുന്നത്, അത് കൊണ്ട് കടലിൽ കളയണമെന്ന് അല്ല, പക്ഷെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു, അത് ഭയങ്കര സമാധാനം തരും, ഉള്ളിൽ ഭയങ്കര സ്പേസ് തരും, കുറെ ഫ്രീ സ്പേസ് കിട്ടും. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതിപ്പോൾ നമുക്ക് പഴയ ഗ്രഡ്ജ് ആയിക്കോട്ടെ, ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിക്കോട്ടെ, ചില മെമ്മറീസ് ആയിക്കോട്ടെ, നമ്മൾ ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്, ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന പലതും ആക്ച്വലി നമ്മളിങ്ങനെ വേ ഡൗൺ ചെയ്യുന്ന കാര്യങ്ങൾ, താഴേക്ക് പിടിച്ച് വലിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതും, ഇതെന്നെ ഒരു തരത്തിൽ എൻ്റെ ഗ്രോത്തിന് ഇത് സമ്മതിക്കുന്നില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതും, അതിനെ പോവാൻ സമ്മതിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹെൽപ്പ് എടുക്കുക, എന്നാലെങ്കിലും ചിലത് കളയണം. അത് ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, സമാധാനത്തിനും ഇമ്പോർട്ടൻ്റ്. ഇനി ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹാഷ് ടാഗുകൾ കാണുന്ന ഒരു സംഗതിയാണ് പീസ് എന്നുള്ളത്. അതിപ്പോ ആര് റീൽ ഇട്ടാലും അല്ലെങ്കിൽ ആരൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഇട്ടാലും ഒക്കെ അതിൻ്റെ ഇടയിൽ പീസിനെ കുറിച്ച് മിക്കവരും ഇപ്പോ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് മാറി നിന്ന് ജോലി ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേക്കേഷൻ പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ അകത്തൊക്കെ സംസാരിക്കുമ്പോഴും പീസിനെ പറ്റി എല്ലാവരും പറയും. അപ്പോൾ അശ്വതി ശ്രീകാന്ത് ആസ് എ ലൈഫ് കോച്ച്, പീസ് വേണം മനുഷ്യന് എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പീസിന് വേണ്ടി ബേസിക്കലി പ്രാക്ടീസ് ചെയ്യേണ്ടത്? പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വേറെ സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് അശ്വതി ശ്രീകാന്തിന് പീസ്? നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ 24 hours ബേൺ ഔട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ല. കാര്യം അതിന് കപ്പാസിറ്റി ഉണ്ടാവും, ഇത്രയൊക്കെ ഓടി എത്തിക്കാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ ഇത് ബേൺ ഔട്ട് ആവണുണ്ടാകത്ത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനും റീസെറ്റ് ചെയ്യാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഹൈലി കോമ്പറ്റീഷനിലാണ്. ഒരു ദിവസം നമ്മളൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ വേറെ ആൾ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നുള്ള തരത്തിലുള്ള കോമ്പറ്റീഷനിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തൊട്ട് നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എവ്രിവെയർ ഈ കോമ്പറ്റീഷൻ ഉണ്ട്. റോഡിലായിക്കോട്ടെ, നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പേര് പുറകെ നിന്ന് ഓൺ അടിച്ച് വലിഞ്ഞ് കയറി, ലൈക്ക് ഈ ഒരു ഹറി ഉണ്ടല്ലോ, അതെല്ലാത്തിലും ഉണ്ട്. അപ്പം നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനോട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, വി ആർ ഇൻ എ ഹറി. നമ്മളൊരു എമർജൻസിയിലാണ്. രാവിലെ അലാം അടിച്ചിട്ട് നമ്മൾ ചാടി എണീക്കുമ്പോൾ തന്നെ ഓക്കെ കമോൺ, ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേ തുടങ്ങുന്നത് തന്നെ അല്ലേ. അപ്പം ഈ ഒരു ബഹളത്തിനിടയ്ക്ക് ഓടുമ്പോൾ നമ്മുടെ സിസ്റ്റം പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എന്തോ അപകടത്തിലാണ്, എന്തോ കാര്യം, രാവിലെ തൊട്ട് എന്തോ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള പോലെയാണ്. യെസ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അൺവൈൻഡ് ചെയ്യാനും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനും നമ്മുടെ ബോഡി ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അതിനുള്ള സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, സ്ലോ ഡൗൺ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ തിരക്കിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ വേണമെങ്കിൽ നമുക്കൊന്ന് ഈ തിരക്ക് ഒഴിവാക്കിയിട്ടൊന്ന്
പതുക്കെ കഴിച്ചു നോക്കാം. 2-3 മിനിറ്റിന്റെ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും, മാക്സിമം പോയി 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് ലോകത്തൊന്നും സംഭവിച്ചൊന്നും വരില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് ഹാബിറ്റായി പോകുന്നുണ്ടാവും. ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുക, ഇങ്ങനെ ഇറങ്ങി പോവുക, വണ്ടി എടുത്തിട്ട് ലൈക്ക് ഈ ഒരു തിരക്ക് നമ്മുടെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഇടയ്ക്കൊന്ന് പഠിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഓഫീസിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ബോഡിനോട് ചോദിക്കും, ഇതെന്തിനാ ഞാൻ ആക്ച്വലി ഇങ്ങനെ, എനിക്ക് ഇങ്ങനെയും ഇരിക്കാമല്ലോ. അത് ഈ കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ സേഫാണ്, ഞാനിവിടെ ഓക്കെ ആണ്, ഇവിടെ സമാധാനം ഉണ്ട് എന്നുള്ളത് റിമൈൻഡർ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഐ വിൽ ഓൾവേസ് സേ സ്ലോ ഡൗൺ ഭയങ്കര മാറ്ററാണ്. പിന്നെ പ്രസൻറ്റിലായിരിക്കാൻ പറ്റും. നമ്മൾ ഈ പറയുമല്ലോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്നൊക്കെ പറയുമല്ലോ. പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ പലതും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്കണ്ഠ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആങ്ഷ്യസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമല്ല ഇതുമല്ല, നമ്മൾ ആക്ച്വലി ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മൈൻഡിനെ ഇവിടെ നോക്കൂ, ഇപ്പം ഒരു കുഴപ്പമില്ലല്ലോ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ഇവിടെ എല്ലാം ഓക്കെയാണ്, എനിക്കിവിടെ ഒരു അപകടവും ഇല്ല, ഞാൻ സേഫാണ്, പിന്നെ എന്തിനാ വെപ്രാളപ്പെടുന്നത് എന്നുള്ള ആ ഒരു മൊമെൻറ്റിലേക്ക് മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരിക. ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത്, ചെറിയ മൊമെൻറ്റ്സ് ആണേ, ഈ ചെറിയ മൊമെൻറ്റ്സ് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കുക, സ്ലോ ഡൗൺ ചെയ്യുക, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പീസ്ഫുൾ ആയിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എനിക്കെങ്ങനെയാണ് പീസ് എനിക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഒരു പുസ്തകമൊക്കെ വായിച്ച് എനിക്കിഷ്ടമുള്ള ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിക്കും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് സമയമുണ്ട്, ഇന്ന് ഒരു ദിവസം ഫുള്ള് വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിക്കകത്തുകൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വെപ്രാളം വരും, എങ്ങാണ്ടൊക്കെ പോയിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഉള്ളിലുള്ള ഒരു പുഷ് ഇല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. എനിക്കത് എപ്പോഴൊന്നും പറ്റാറില്ല കേട്ടോ. എനിക്കും ഇന്ന് അതും കൂടെ ചെയ്തിട്ട് വന്നിരുന്നാലോ ഒന്ന് തോന്നിക്കുന്ന ആ സംഭവം എനിക്കും ഉണ്ട്. അപ്പം ഞാനും എന്നെ ഇതുപോലെ പിടിച്ചെടുത്തിട്ട് ഒരു കുഴപ്പമില്ല, കുറച്ച് നേരം ഇവിടെ ഇരിക്കും, ഇപ്പോൾ ലോകം ഇടിഞ്ഞു വീണാലും ഒരു കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം എന്ന് പറയാൻ കോൺസ്റ്റന്റ്ലി ട്രൈ ചെയ്യാറുണ്ട്. അയ്യോ, ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ കൊളീഗ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യേണ്ട പുള്ളിക്കാരനെ ഇരിക്കാൻ പറ്റില്ല. അതായത് ഓഫീസിൽ വന്നാൽ രാവിലെ പോലെ ദേഷ്യപ്പെടുക, അതായത് ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും, ഇത് മാത്രമായി പുള്ളിയുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അങ്ങനെ അത്രയൊന്നും നമ്മൾ കെയോട്ടിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവരൊരു ഇമോഷനിൽ നിന്ന് ഉള്ള ഒളിച്ചോട്ടമായിരിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മൈൻഡ് ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത എല്ലാ പ്രശ്നങ്ങളും പൊക്കിക്കൊണ്ട് മുന്നിലിടുക. സത്യം, അൺപ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനവും ബ്രെയിൻ എടുത്തുകൊണ്ട് വരുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഈ ഓവർ തിങ്കിങ് എല്ലാം കൂടെ വരുന്നത്. ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനം ഉണ്ടെന്ന് കാണുമ്പോഴേക്കും ബ്രെയിൻ ഇതൊക്കെ കൂടെ തരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാനുള്ള ആൾക്കാർ പലപ്പോഴും കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഈ വർക്കഹോളിക് ആവുന്ന ആൾക്കാരെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ജോബിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ ബിയോണ്ട് ദാറ്റ് ഈ ജോബ് കൊണ്ട് അവർ വേറൊരു കാര്യത്തിനെ ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ജോബിലായിരിക്കും അവരവരുടെ വാല്യൂ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒക്കെ എങ്ങനെയാണ് ഇയാൾക്ക് വേറെ പണിയില്ലേന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പാവം തോന്നും, ഹീസ് ട്രൈയിങ് ടു എന്തോ ഒരു സാധനം അതിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓവർ പെർഫോം ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിപ്പോഴേ ഇപ്പോൾ ഓവർ തിങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചില സെറ്റ് മറുപടികൾ, പ്രീസെറ്റ് മറുപടികൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അവർ അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കാം അവർ പറയുന്ന ചില പ്രീസെറ്റ് മറുപടികളാണ് ഇത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്, അതല്ലെങ്കിൽ അവർ പറയും അത് ചുമ്മാ നിങ്ങളത് വെറുതെ ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പ്രീസെറ്റ് മറുപടികൾ അതായത് അപ്പർ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ദോഷം ഒന്ന്, സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് കുറെ ദോഷങ്ങൾ ഉണ്ടാവില്ലേ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ തന്നെ അടിച്ചമർത്തുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഈ പ്രീസെറ്റ് മറുപടികൾ ഒരു മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിതുപോലെ ചില കാര്യങ്ങൾ, ഇതെന്റെ മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് പണ്ടോട്ടെ
എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെയാവും, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ പ്രീസെറ്റായിട്ട് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ഇതുപോലത്തെ ചില തോട്ട്സ് ഉണ്ടാവും. പക്ഷെ ഇതേ സംഭവം തന്നെ നമ്മൾ ബാക്കിയുള്ളവരിലും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യും. അത് ഈവൻ തെറപ്പിസ്റ്റുകൾ പോലും ചിലർ ഇറ്റ്സ് നോട്ട് എത്തിക്കൽ, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആ തോന്നൽ ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടല്ലോ, ആ തോന്നൽ കാരണം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഇത് നിന്റെ അറ്റൻഷൻ സീക്കിംഗ് ആണ് എന്നുള്ളത്, ഇത് ഡ്രാമയാണ് എന്നുള്ളത്. അപ്പം എന്തിനാണ് ഒരാൾ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്? ദർ ഈസ് എ ലാക്ക് ഓഫ് അറ്റൻഷൻ, അല്ലെങ്കിൽ ആ അറ്റൻഷൻ കൊണ്ട് ഫില്ല് ചെയ്യേണ്ട എന്തോ ഒന്ന് അവരുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് അവർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാള്, ഉണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരാള് ഇല വെക്കൂന്ന് പറയില്ലല്ലോ. അപ്പൊ ദർ ഷുഡ് ബി സംതിങ്, അത് അഡ്രസ് ചെയ്യേണ്ട എന്തോ ഒന്ന് അവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആവാം, അവരുടെ എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫിയർ ആവാം, ഇൻസെക്യൂരിറ്റി ആവാം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. പക്ഷെ ഇറ്റ്സ് വെരി ഈസി, നമുക്കിത് ഡ്രാമയാണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ്, നിന്റെ ഓവർ തിങ്കിങ് ആണ്, ഇതങ്ങോട്ട് ചിന്തിക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊന്നും സ്വിച്ച് ഇല്ല അകത്ത്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്, ഓക്കെ ശരി, ഞാൻ ഓവർ തിങ്കിങ്, ഇത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിന് നമുക്ക് ടൂൾസ് വേണം, നമ്മൾ പ്രാക്ടീസസ് ചെയ്യണം. അപ്പൊ അതല്ലാണ്ട് നമുക്ക് വെറുതെ ഒരാളെ പോയിട്ട് ഇത്തരം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലായിടത്തും കൊണ്ടുപോയി അപ്ലൈ ചെയ്യും. അത് സത്യം പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം. ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സ്ലോ മോർണിംഗ്, ഇപ്പൊ നമ്മൾ പീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സ്ലോ മോർണിംഗ്, സ്ലോ ലിവിങ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ മനുഷ്യൻ ഫോളോ ചെയ്യണം. ഇപ്പൊ സ്ലോ മോർണിംഗ്, സ്ലോ ലിവിങ് ഒക്കെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഉള്ള കോർപ്പറേറ്റ് ജോലി കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിലെവിടെയിലോ മധ്യപ്രദേശിലെവിടെയോ ഒക്കെ പോയിട്ട് സ്ഥലം വാങ്ങിയൊക്കെ വീട് വെച്ചൊക്കെ ജീവിക്കുന്ന കപ്പിൾസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യൻ ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയാനായിട്ട്, ഇതിപ്പോ നമുക്ക് ആരും ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനുവേണ്ടി ചോദിക്കുന്നതല്ല, ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാവില്ല ഇതേപോലെ തന്നെ? സ്ലോ ആയിട്ട് ജീവിക്കുക എന്നുള്ളതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സ്പേസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കമ്മ്യൂണിറ്റി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രൈബായിട്ട് ജീവിക്കാൻ അങ്ങനെ ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള സോഷ്യൽ സ്പേസസ്, ഇപ്പം മനുഷ്യർ പലപ്പോഴും അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല കൂട്ടായ്മകളല്ലേ, ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഒരുമിച്ച് അത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ചെയ്യുന്ന ഇപ്പം ചൈൽഡ് ബർത്ത് തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ പ്രോസസ്സിലൊക്കെയും ഈ കൂടെയുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ്, കൂട്ടായ്മയൊക്കെ വളരെ ആവശ്യമുള്ള ഒരുപാട് സ്പേസസ് ഉണ്ട്. പലർക്കും അതൊന്നും കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പീസ് ഇല്ലാത്തതിന് ഇതുപോലെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരുമിച്ചിരിക്കാനുള്ള ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഇടങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര അങ്ങനെ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ പുറത്തുള്ള ആളുകളെ കാണണം എന്ന് പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് സ്ഥിരം നമ്മുടെ അടുത്ത് സങ്കടങ്ങൾ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സങ്കടങ്ങൾ പറയുന്നത് ഒരു കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ടയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സങ്കടങ്ങൾ നമ്മൾ പൊതുവെ വിളിച്ച് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനും പറ്റില്ല, നിങ്ങൾ ഇനി മറ്റുള്ള മനുഷ്യനെ വിളിക്കാണ്ട് ഒരു ഹെൽപ്പ് എടുക്കുമോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഹെൽപ്പ് എടുക്കുമോ നമുക്ക് അവരോട് പറയാനും പറ്റില്ല. അപ്പോൾ ആസ് എ ലൈഫ് കോച്ച് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ക്രോഡീകരിച്ച് കൃത്യമായിട്ട് സങ്കടങ്ങൾ ഇപ്പൊ എനിക്ക് വന്നാൽ പോലും പെട്ടെന്ന് ഒരാളെ വിളിച്ച് പറയുന്നതല്ലാണ്ട് ഇതിന്റെ എപ്പിസോഡ്സ് പറയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഹീലിംഗിലേക്ക് പോകണം എന്ന് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇത് ആസ് എ സൊസൈറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, അവെയർ ആവേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇങ്ങനെ അവരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന. അപ്പോൾ ഈ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട ആവശ്യമില്ല, ചേച്ചിനെ ഒന്ന് കേട്ടാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസ് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഇൻഡിക്കേഷൻ തരുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇപ്പോൾ ആഴ്ചകളായിട്ട് ഉറക്കമില്ല, വിശപ്പില്ല, അങ്ങനെയുള്ള പല പല ലക്ഷണങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇവർ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, സൈക്കോളജിസ്റ്റിനെ കണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ
ഇവരെ ഗൈഡ് ചെയ്ത് ഇപ്പം എന്തൊക്കെ അവസ്ഥയിലാണ് നമ്മൾ ഒരു തെറാപ്പിസ്റ്റിനെ കാണേണ്ടത് എന്നുള്ളത് ആസ് എ സൊസൈറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട. അപ്പോൾ കുട്ടികൾക്ക് പോലും തീരെ ചെറിയ സമയം തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും വയ്യാഴ്ക വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ മനസ്സിന് എന്തൊക്കെ തരത്തിലാണ് വയ്യാഴ്ക വരിക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ പ്രകടമാവുക എന്നുള്ളത് തീരെ ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികളോട് ഇത് പറഞ്ഞ് അവെയർ ആക്കുക എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അല്ല വിളിക്കുന്നത്. ഫ്രണ്ടിനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ രാവിലെയും വൈകിട്ടും ഈ ഫ്രണ്ടിനെ തന്നെ വിളിച്ച് ഞാൻ ഈ പറഞ്ഞ കഥ തന്നെ പറഞ്ഞ് അവരെയും കൂടെ ആ ലൂപ്പിലാക്കി അവരതിൽ നിന്ന് സൊല്യൂഷൻ തരണം എന്നുള്ള പോലെ നമ്മൾ ബിഹേവ് ചെയ്യും. നമ്മൾ കഷ്ടപ്പെട്ട് ലൈക്ക് സൊല്യൂഷനുമായിട്ട് ചെല്ലും. ഇതല്ലേ നിനക്ക് വേണ്ട സൊല്യൂഷൻ, ഞാൻ അത് 3 നിരത്തി വെച്ചിട്ടുണ്ട്, ഏതാന്ന് വെച്ചാൽ എടുക്കുന്ന പറയുമ്പോൾ അവർ എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കുമോ. നമുക്ക് ആർക്കും സൊല്യൂഷൻ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ വേണ്ട ഒരു സ്ഥലമാണിത്. അതാണ് നമുക്കും അവർക്കും നല്ലത്. നമ്മളൊരു ഗാർഡും ഇല്ലാണ്ട് നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെയും പ്രശ്നങ്ങൾ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നീ ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണൂ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണൂ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവരും ചിലപ്പം അത് ഒഫൻസീവായിട്ടൊക്കെ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്തേക്കാം. ഞാൻ നിന്നോടൊരു സങ്കടം പറയാൻ വന്നപ്പോൾ ഈ ഉടനെ നീ എന്നെ മാനസിക രോഗിയാക്കി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ചെന്നാലും ഞാനിത് ഇപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത പുസ്തകത്തിനകത്തും ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നമ്മളിത് പറയുന്ന സമയത്ത് അവരെ ഹേർട്ട് ചെയ്യാതെ മാക്സിമം പറയാനുള്ള തരത്തിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. അതായത് എനിക്കിതിപ്പോൾ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല, എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണലിലാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സ്പേസ് തന്ന് തിരിക്കാൻ പറ്റും. എനിക്കിത് പറ്റണില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള തരത്തിൽ നമുക്ക്, അതായത് ഇറ്റ് ഇസ് നോട്ട് യുവർ പ്രോബ്ലം, എൻ്റെ പ്രശ്നമാണ്, എനിക്കിത് എടുക്കാൻ പറ്റണില്ലടോ, എനിക്ക് നിന്റെ വിഷമം കേട്ടിട്ട് എനിക്കും കൂടെ ഭയങ്കര വിഷമമാവാണ്, എന്നാൽ പിന്നെ നമുക്കൊരു ലൈക്ക് ആ തരത്തിൽ ഗൈഡ് ചെയ്ത്, അല്ലാതെ നീ ഇതിപ്പോൾ എന്നോടൊന്നല്ല പറയണ്ട, നീ പോയിട്ട് ദിസ് മേ നോട്ട് വർക്ക്. നമ്മളിപ്പോൾ ചില ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ സങ്കടത്തിലേക്ക് നമ്മൾ കയറിയിട്ട് നമ്മളൊരു ഇപ്പം ഈ ഇല്ലാത്ത സാധനമാണ് പീസ് നമ്മൾ പറഞ്ഞു, #പീസ്, അതിലേക്ക് നമ്മൾ എങ്ങനെയും എത്തി നിൽക്കായിരിക്കും. പക്ഷെ നമ്മൾ അതും കഴിഞ്ഞ് അതിന്റെ അപ്പുറവും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഒരു ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അയാൾ പാർട്ട്ണർ ചീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായി, അയാളിത് പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് പിക്ക് ചെയ്തു. ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവരോട് ഭയങ്കരമായിട്ട് എംപത്തൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലേക്ക് ഇത് നമുക്കും വരാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ള ആ ലൂപ്പിലേക്ക് കൂടി കയറിയിട്ട് നമ്മൾ അതേപോലെ ഡിസ്ട്രെസ് അനുഭവിച്ചു തുടങ്ങും. അതുകൊണ്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിനുള്ളൊരു പ്രൊഫഷണൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്, ഒരു പരിധി വരെ തീർച്ചയായിട്ടും വേണം. എന്തിനാ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനാ നമുക്ക് ഫാമിലി, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ തന്നെയായിരിക്കും ഹാൻഡ് ഹോൾഡ് ചെയ്യുക. ആ ഒരു ഡിസ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആ ഒരു സേഫ് സ്പേസ് നമുക്ക് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് ജഡ്ജ് ചെയ്യാതെ അവരിരുന്ന് കേൾക്കുക, ആ സമയത്ത് ഉപദേശം കൊടുക്കാതിരിക്കുക, വെറുതെ ഇരുന്ന് കേൾക്കുക, അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരാൾ കരഞ്ഞ് പറയുകയാണെങ്കിൽ ഇതൊന്നും കരയാനുള്ള കാര്യമല്ല എന്ന് പറയാതെ, ആർക്കാണെങ്കിലും വിഷമം വരുമല്ലോ, നീ വിഷമം വരുന്നൊരു സ്റ്റേറ്റ് തന്നെയുള്ളൂ, എനിക്കത് മനസ്സിലാവുന്നുണ്ടല്ലേ, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള പോലെ കൂടെ ഇരിക്കുക. പക്ഷെ ഇത് റിപ്പീറ്റഡ് പാറ്റേൺ ആവുന്നതിന് മുന്നേ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക്, ഇത് ഈ പറയുന്നതിൽ മാത്രം അതിനകത്തൊരു സമാധാനം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും സങ്കടം പറയാ പ്രശ്നം പറഞ്ഞ പ്രശ്നത്തിന്റെ ലൂപ്പിലിരിക്കാൻ അതൊരു പ്രത്യേക, അതിനകത്തൊരു സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അതിലേക്കാണോ അവർ പോകുന്നതെന്നുള്ളപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യന് ഹീലിംഗ് വേണം എന്നുള്ളത് അയാൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞാലും അയാൾക്ക് പലപ്പോഴും ജഡ്ജ്മെന്റ് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഹീലിംഗിലേക്കോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ ചെന്ന് കാണണമെന്നൊക്കെ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പൊ ആദ്യം ഒരു ഫിസിഷ്യനെ പോയി കാണുക, എന്നിട്ട് അദ്ദേഹം റൂട്ട് തിരിച്ചു വിട്ടോളൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എപ്പോഴായിരിക്കണം സ്വയം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിനൊരു ഹീലിംഗ് വേണമെന്നോ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകണം എന്നൊക്കെ അയാൾ തിരിച്ചറിയേണ്ടത് എപ്പോഴായിരിക്കും? അങ്ങനെ ഒരു സൈനൊക്കെ ഉണ്ടോ? സൈനൊക്കെ കുറേ ഉണ്ട്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു സ്പേസ് പോരാതെ വരും. പക്ഷെ എന്നാലും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ ഒരു സ്റ്റേറ്റിൽ തുടരുകയാണ്, നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. മേ ബി ഒരു 2-3 വീക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ മൂഡിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ലീപ്പ് ആയിക്കോട്ടെ, നമ്മുടെ വിശപ്പിൻ്റെ പാറ്റേണുകളായിക്കോട്ടെ, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പലതിനോടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഇമോഷണലി നമ്പായിട്ട് ഫീൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കുറച്ചൊന്ന് ഒരു ഹെൽപ്പ് എടുക്കണോ എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ.
പിന്നെ നമ്മൾ ഈ ഡീപ്പർ ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ഹീലിംഗ്, പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടോ എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് അത് പലപ്പോഴും നമ്മുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ചില പാറ്റേണുകൾ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ടാവുക. എന്നെ ഇപ്പോൾ കളിയാക്കി ഒരു പേര് വിളിച്ചു, അപ്പോൾ എനിക്കത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ വളരെ ഈസി ആയിട്ട് തള്ളിക്കളയുന്ന അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ ഞാനിത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ് തന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തിനാണ് അവിടെ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ആവുന്നുണ്ട്. അതായത് ഒരു സാഹചര്യത്തിന് അതിനർഹിക്കാത്തതിനപ്പുറത്തായിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ് ഞാൻ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുവാണ്, ഞാൻ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചപ്പോൾ കേട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ മറ്റേ ഇവിടെ തല്ലി പൊട്ടിക്കുന്നു, ഞാൻ മേശ അടിച്ച് പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തെറിയുന്നു. അത് നമുക്ക് ലൈക്ക് അതൊരു എന്താ ഒരു കുറച്ച് അങ്ങനെ നമ്മുടെ പാറ്റേണുകളിൽ വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസം അതിൻ്റെ തന്നെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ ഭയങ്കര സമയം എടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പാറ്റേണുകൾ, നമ്മൾ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇതിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് വന്നിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനൊന്ന് ഹീൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മിക്കവാറും പലർക്കും ഇത് റിഫ്ലക്റ്റ് ആയി തുടങ്ങുക നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ, നമ്മൾ പേരൻ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, ആ സമയത്തൊക്കെയാണ് പലപ്പോഴും ഈ അൺഹീൽഡ് ആയിട്ടുള്ള പലതും, അതായത് ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പലതും പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ആ സ്പേസിലാണ് നമ്മൾ അത് ആക്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. പിന്നെ ഇത് ബ്രെയിനാണ്, ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രെയിൻ കെമിക്കലിലൊരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ദർ ക്യാൻ ബി ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പം ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒരു സംശയം ഇതിങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ പോയിട്ടൊരു സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ വളരെ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ തെറപ്പിസ്റ്റിനെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. അവർ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും വരിക. ഇപ്പം കുഴപ്പമൊന്നുമില്ല, എനിക്ക് പണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ സെറ്റിൽഡാണ്, പക്ഷെ ഞാൻ എൻ്റെ പഴയ പാറ്റേണിലേക്ക് പോയാലോ, അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ബേസിക് അവയർനെസ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമ്മൾ ചുമ്മാ ഇടയ്ക്ക് പോയിട്ടൊന്ന് റുട്ടീൻ ചെക്കപ്പ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ ഒരു ചെക്കപ്പ് ഒക്കെ നടത്തുന്ന പോലെ മാനസികാരോഗ്യം ഇടയ്ക്ക് പോയെന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പല്ല് ഡോക്ടർമാരൊക്കെ പറയുന്ന പോലെ 6 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുന്ന പോലെ അല്ലേ. അതെ. ഇപ്പൊ നമ്മൾ ഈ സ്നേഹിക്കപ്പെടുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരുപാട് നമ്മൾ കാര്യമായിട്ട് റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് റീലുകൾ വരുന്നു. ഗ്രീൻ ഫോറസ്റ്റ് ആണ് അവൻ, റെഡ് ഫോറസ്റ്റ് ആണ് അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് റീലുകൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ചോദിച്ചോട്ടെ, ശരിക്കും ഒരാളെ സ്നേഹിക്കപ്പെടുന്നതിനൊരു രീതിയുണ്ടോ? ആ രീതി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കേണ്ടത് ശരിക്കും മനുഷ്യൻ? അത് ആ ആളാണ് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, എങ്ങനെ എന്നെ സ്നേഹിക്കണമെന്ന്. അല്ലെങ്കിൽ എനിക്ക് എന്താണ് സ്നേഹിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യാന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലാണ് നിനക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുക എന്നുള്ളത്, അത് ചോദിക്കേണ്ടത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര ഗ്രാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബൊക്കെ ആയിട്ട് ചെല്ലുക, മറ്റേ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് പാർട്ടി ത്രോ ചെയ്യുക, വലിയ ഗിഫ്റ്റ് കൊടുക്കുക. ഇവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു ഹൈയോ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇവർക്ക് ചിലപ്പോൾ ചുമ്മാ കുറച്ച് നേരം അവരുടെ കൂടി ഇരുന്ന് കൈയൊക്കെ പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അല്ലേ, വ്യത്യാസമുണ്ട് മനുഷ്യർ തമ്മിൽ. അപ്പം എനിക്ക് സ്നേഹമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ എൻ്റെ പേരൻസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാർ തന്നിട്ടുള്ളതും തരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എൻ്റെ ലവ് ലാംഗ്വേജും എനിക്ക് സ്നേഹം അനുഭവപ്പെടുന്നതൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിനക്ക് എന്താണ്, എങ്ങനെയാണെങ്കിലാണ് സ്നേഹിക്കപ്പെട്ടത്, അല്ലാതെ എനിക്ക് ഇങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം വരാതെ. മറ്റേ ആൾ നല്ല ആളായിരിക്കും, ഇപ്പൊ രണ്ടുപേരും നല്ലതായിരിക്കും, പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഭാഷ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്നത്. അതൊക്കെയാണ് നോക്കേണ്ടതല്ലേ. ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് നമ്മൾ പറയില്ലേ, അതും പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം വരണ്ടേ അങ്ങനെയാണെങ്കിൽ? യെസ് തീർച്ചയായിട്ടും. പിന്നെ ചിലത് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഫ്യൂച്ചറിൽ പണിയാകും എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക്, ഫോർ എക്സാമ്പിൾ അബ്യൂസ് ചെയ്യാന്ന് പറയുന്നത്
അത് ഏത് കണ്ടീഷനിലും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. എന്നാൽ ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പറയുമായിരിക്കും ചിലപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്ന്. അത് പറയുന്ന അത് അപകടകരമായിട്ടുള്ളൊരു പറച്ചിലാണ്. ഒരു സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് തൊട്ടും എടുക്കാൻ പറ്റില്ല. പിന്നെ വ്യക്തികൾ ചിലപ്പോൾ പറയും എന്നെ രണ്ടടിച്ചാലും എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ, നമുക്ക് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ ചില പാറ്റേണുകളൊക്കെ ആയിട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവമേ എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇറങ്ങി പോകുന്നൂടെ ചോദിക്കും. നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അവർ പറയും അതൊക്കെ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എൻ്റെ ആക്ച്വൽ പ്രശ്നം അതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആവാറുണ്ട്. അതുകൊണ്ട് ഈ റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒബ്വിയസ്ലി അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ എവിഡന്റ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്. അതെ, അബ്യൂസസ് റെഡ് ഫ്ലാഗ്. അല്ലെങ്കിൽ ഒരുപാട് പേരെ ഈ കോച്ചിങ്ങിന് അല്ലാണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ട് കണ്ടിരിക്കുന്ന കുറച്ച്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തൊരു സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമായിട്ട് ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് പേര് സൈക്കോളജി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. അതായത് അവർക്ക് പറഞ്ഞ പോലെ എന്താ പറയുക, 2 തരത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സും അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികളോട് വന്ന് ചേരുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് സൈക്കോളജി പഠിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ശരിക്കും ഇതിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ മറ്റേ പിടിച്ചാൽ പോരും എന്നുള്ള മൈൻഡാണോ, എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറപ്പിസ്റ്റുകളെ അവിടെ കാണാൻ വരുന്ന ക്ലയൻസ് ഉണ്ട്. ഇവരൊക്കെ ഒന്ന് ഹീലായി തുടങ്ങുന്ന ഒരു പോയിന്റിൽ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇതുപോലെ ആളുകളെ കേൾക്കാൻ ഇഷ്ടമാണ്, ഞാൻ സൈക്കോളജി ഒരു കരിയർ ആക്കിയാലോ. എനിക്കിപ്പം M.Tech കഴിഞ്ഞിട്ട് ഇപ്പോൾ സൈക്കോളജി പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ, പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷനിൽ നിന്നിട്ട് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് വന്നിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് സൈക്കോളജി പഠിക്കാൻ തോന്നുന്നതും എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് തോന്നാൻ സാധ്യതയുള്ള കാര്യമാണ്. ബിക്കോസ് ഇത് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ മനുഷ്യരുടെ മനഃശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് മൈൻഡ് റീഡിങ് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്ന് ചോദിക്കുന്ന കുട്ടികൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സിൽ പോലും ഇതിനകത്തേക്ക് വരുന്ന ആളുകളുണ്ട്. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് സൈക്കോളജി പഠിക്കുക എന്ന് പറയുന്നതും അത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നതും 2 കാര്യമാണ്. ഇതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്, എനിക്ക് ഇതിനകത്ത് കൃത്യമായ നോളജ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്കൊരു നല്ല തെറപ്പിസ്റ്റ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഇത് ഭയങ്കര ടെക്നിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ വെറുതെ ഒരാളെ ഇരുന്ന് കേൾക്കലല്ല. പലരും ചോദിക്കുകയാണ് നിങ്ങൾക്ക് നല്ല രസമല്ലേ കുറേ കഥ കേൾക്കാമല്ലോ, ഇങ്ങനെ ആൾക്കാർ വന്ന് കഥ പറയുമല്ലോ എന്നുള്ളത്. പക്ഷെ നമുക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ദിവസം കേൾക്കാൻ പറ്റുന്നത് ഒരു 4-5 കൂടിപ്പോയാൽ 6 പേരെ ആയിരിക്കും. അതും 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ ഇപ്പം നമ്മുടെ തെറാപ്പിസ്റ്റുകൾ തന്നെ ഒരു സെഷനൊക്കെ ഇങ്ങനെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി സമയം പോകുമ്പോഴേക്കും അപ്പുറത്തുള്ള ക്ലയൻസ് പറയുന്നത് കുറച്ച് നേരം കൂടെ എന്നെ ഇരുന്ന് കേൾക്കാമെന്നല്ല. പക്ഷെ ഇവിടെ തെറാപ്പിസ്റ്റിനും ആ ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ബിക്കോസ് ഒരാളെ നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ ഇത് വെറുതെ ഇരുന്ന് കേൾക്കലല്ല. ഈ പറയുന്ന സമയത്തൊക്കെ ഫുള്ളി ഒരാൾ ഇൻവോൾവ് ആയിട്ട് മൊത്തം അറ്റൻഷൻ തന്നുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇവരുടെ പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത്രയും, പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെയാണ് ഈ തെറപ്പി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഇവർക്കുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക, തെറപ്പിയുടെ പ്ലാനുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ തൊട്ട് കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് മാത്രം സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. യു ഷുഡ് ബി എംപത്തറ്റിക്. അപ്പുറത്തിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ഇപ്പുറത്ത് എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പകുതി കഥ കേട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചിലപ്പോൾ അവർ വന്നതിനെ കഴിഞ്ഞും വേസ്റ്റ് ആയിട്ട് തെറപ്പിസ്റ്റുകളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കഥ കേൾക്കാൻ ഉള്ളത് കൊണ്ട് മാത്രം, സൈക്കോളജിയോട് ഒരു ഇഷ്ടം തോന്നുന്നു, ആ വിഷയത്തോട് ഇഷ്ടം തോന്നുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നല്ല തെറപ്പിസ്റ്റ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എല്ലാ കോച്ചസിനും ഒരു തെറപ്പിസ്റ്റോ കോച്ചോ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ നമ്മളും ബാലൻസ് ചെയ്യാൻ വേറൊരാളുടെ അടുത്ത് പോകുന്നുണ്ട്, നമ്മളും സംസാരിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യം അല്ലെങ്കിൽ യു നീഡ് ശരിക്കും ഡെഡിക്കേഷനും പാഷനും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരുപാട് സന്തോഷം. നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകും എന്നുള്ളത് ആശംസിച്ചുകൊണ്ട്. അതെ, ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബിക്കമിങ്ങിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.